ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ ഒരു ചിക്കൻ ലെഗ് ഫ്രൈ റെസിപ്പിയാണ് ഇടുന്നത്. ചിക്കൻ ലെഗ് ഫ്രൈ നമ്മളിതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഓരോ പുതിയ മെത്തേഡിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പം നമ്മൾ ഒരു സ്പെഷ്യൽ കുക്കിംഗ് മെത്തേഡ് ഉണ്ട് അവസാനം. അത് ഈ ചിക്കൻ ഫ്രൈ ഒരു നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഡിഷായിട്ട് മാറ്റും. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മൾ 6 ചിക്കൻ ലെഗാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇന്നലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ മിനിമം വെക്കണം. കൂടുതലായിട്ട് ഫ്രിഡ്ജിനകത്ത് ഒരു ദിവസമൊക്കെ നമുക്ക് സൂക്ഷിച്ചിട്ട് ഫ്രൈ ചെയ്താലും മതിയാകും. കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങാനീര്, കോൺഫ്ലോർ ഇത്രയും ചേർത്താണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ ചേർത്താലും മതിയാകും. പിന്നെ നാരങ്ങാനീരിൻ്റെ പ്ലേസിൽ വിനാഗിരിയോ തൈരോ ചേർത്താലും മതിയാകും. അങ്ങനെ മാരിനേറ്റ് ചെയ്ത് മിനിമം 30 മിനിറ്റ്സ് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഒരു കടായിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുക. വളരെ കുറച്ച് ഓയിൽ മതി. ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രം സ്റ്റിക്സ് ഇട്ട് കൊടുക്കാം. ഇനി അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ, ഒട്ടും കൂടുതൽ ഫ്ലെയിം വെക്കല്ല, ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് 10 മിനിറ്റ് നമുക്ക് ഒരു സൈഡ് കുക്ക് ചെയ്യണം. 10 മിനിറ്റ് കഴിയുമ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യണം. അടച്ചു വെച്ചില്ലെങ്കിൽ നമ്മളുടെ ചിക്കൻ ഫ്രൈ ജ്യൂസി ആയിരിക്കത്തില്ല, ഡ്രൈ ആയിട്ട് പോകും. അതുകൊണ്ട് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഫ്ലെയിം ഒന്ന് ഹൈ ആക്കിക്കൊണ്ട് 2-3 പ്രാവശ്യം ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ഫൈനൽ സ്റ്റെപ്പിലേക്ക് വരാം. ഇനി നമ്മളൊന്ന് സ്മോക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് മാറി വരുന്നത്. സാധാരണ ചിരട്ട കരിച്ചിട്ടുള്ള ചാർക്കോളാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്റ്റീൽ ബൗളിൽ കുറച്ച് ചിരട്ട കരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഗീ ആണ് ചേർക്കാൻ പോകുന്നത്. ഓയിലായാലും മതി. ഗീ ആകുമ്പോൾ നല്ലപോലെ സ്മോക്ക് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗീ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അടച്ചു വെക്കുക. പുകയെല്ലാം അടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ മാറ്റി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മോക്ഡ് ചിക്കൻ ലെഗ് ഫ്രൈ ആണ് ഉണ്ടാകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു സ്പെഷ്യൽ ഫ്ലേവർ ആണല്ലോ. അപ്പം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള ഈസി ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. May God bless you all. With love, Marin Teacher.